ഗപ്പി മത്സ്യങ്ങളെ വളർത്തിയിട്ടുള്ളവർക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. അതായത് ഈ ഫീമെയിൽ ഗപ്പികൾ പ്രസവിക്കുന്ന സമയത്ത് അതിൻ്റെ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതായത് കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്ത് അവർ കഴിക്കുന്ന ഒരു സ്വഭാവം. ഇതിനെ ഫ്രൈ കാനിബലിസം എന്നാണ് പറയുന്നത്. ഫ്രൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങളെയാണ്. കാനിബലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വർഗ്ഗത്തിൽപ്പെട്ടതിനെ കൊന്ന് ഭക്ഷിക്കുന്നതിനെയാണ് കാനിബലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അതായത് എന്തുകൊണ്ടായിരിക്കാം ഈ ഫീമെയിൽ ഗപ്പികൾ സ്വന്തം കുഞ്ഞുങ്ങളെ ഇതുപോലെ ഭക്ഷിക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ളൊരു ആൻസർ എവിടെയും പറയുന്നില്ല. അതായത് ഇന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് എന്ന്. ഇതിനായിട്ട് പല കാരണങ്ങളാണ് പറയുന്നത്. ആ കാരണങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലൊന്നാമത്തെ ഒരു കാരണമായിട്ട് പറയുന്നത് ഈ ഗപ്പി മത്സ്യങ്ങൾക്ക് ഈ പാരൻ്റൽ കെയർ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന സംഭവം ഇല്ല എന്നാണ്. ഈ പാരൻ്റൽ കെയർ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മനുഷ്യന്മാരുടെ കേസ് എടുത്താലും മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും ഈവൻ മീനുകളാണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ പ്രസവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മുട്ട വിരിഞ്ഞുണ്ടാവുകയാണെങ്കിലും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കാത്തു പരിപാലിക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അങ്ങനെ ഒരു സംഭവം ഈ ഗപ്പി മീനുകൾക്കില്ല എന്നാണ് പറയുന്നത്. അതായത് ജസ്റ്റ് പ്രസവിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് കഴിഞ്ഞ് എന്ത് എന്നുള്ളത് അവർ ചിന്തിക്കുന്നു പോലും ഇല്ല എന്നാണ് പറയുന്നത്. വേറൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞാൽ അത് സ്വന്തം കുഞ്ഞാണെന്ന് അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. കുഞ്ഞിനെ അത് ചെറിയൊരു മൂവ് ചെയ്യുന്ന എന്തോ ഒരു സംഭവമായിട്ട് മാത്രമാണ് കാണുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫുഡായിട്ടൊക്കെ അത് തെറ്റിദ്ധരിക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്ത് കഴിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാരണം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത് സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെ. അതായത് ഫിറ്റായിട്ടുള്ള കുഞ്ഞുങ്ങൾ മാത്രമേ സർവൈവ് ചെയ്യൂ എന്നുള്ള ഒരു പ്രകൃതി നിയമം പോലെ. അതായത് ഒരു നാച്ചുറൽ സെലക്ഷൻ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ പ്രകൃതിയുടെ നാച്ചുറൽ ആയിട്ടുള്ള പോപ്പുലേഷൻ കൺട്രോൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിറ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവരവരുടെ കഴിവ് ഉപയോഗിച്ചിട്ട് ഈ അമ്മയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. അവർക്ക് ഫാസ്റ്റായിട്ട് സ്വിം ചെയ്യാനും ഹൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവുണ്ടായിരിക്കും. അതേസമയം വീക്കായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് ഫീമെയിൽ ഗപ്പി തന്നെ ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പ്രകൃതിയുടെ നാച്ചുറൽ സെലക്ഷൻ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതാണ് രണ്ടാമത്തെ കാരണം. ഇനി മൂന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് ഈ ഫീമെയിൽ ഗപ്പിയുടെ ഡെലിവറിയുടെ സമയത്ത് ഉണ്ടാകുന്ന വിശപ്പാണെന്നാണ്. ഈ സമയത്ത് അവർക്ക് നല്ല രീതിയിൽ വിശപ്പുണ്ടായിരിക്കും. അതുപോലെ തന്നെ തളർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു സമയത്ത് അവരുടെ ശരീരത്തിലേക്ക് നല്ല രീതിയിൽ ന്യൂട്രിയൻസ് വേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വിശപ്പും കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രസവിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ കഴിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് കുറച്ച് കാരണങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് മീനുകൾക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡൊന്നും കൊടുക്കാതെ അതായത് പട്ടിണിക്ക് ഇടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇവർക്ക് ഫിഷ് ടാങ്കിൽ നിന്ന് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കിട്ടാതെ വരുന്നൊരവസ്ഥ, ഇത്തരം സാഹചര്യങ്ങളിലും ഇങ്ങനെ ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നു. അപ്പോൾ വിശപ്പാണ് ഈ ഒരു മൂന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്. ഇനി നാലാമത്തെ കാരണമായിട്ട് പറയുന്നത് ഇവർക്ക് ഈ ഒരു ഡെലിവറിയുടെ സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ്സാണെന്നാണ്. നമുക്കറിയാം മീനുകൾക്ക് സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഇവർ പരസ്പരം അഗ്രസീവ് ആവാറുണ്ട്. പൊതുവായിട്ട് പറയുന്നതാണ്. നമുക്കറിയാം മീനുകൾക്ക് സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഇവർക്ക് അഗ്രഷൻ കൂടാനുള്ളൊരു സാധ്യത നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത ഈ ഗപ്പികളുടെ കാര്യത്തിലും പറയുന്നുണ്ട്. ഈ ഡെലിവറിയുടെ സമയത്തൊക്കെ അവർക്ക് സ്ട്രെസ് ലെവൽ വളരെ ഹൈ ആയിരിക്കും. എന്തിനേയും അറ്റാക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി. ഈ സ്ട്രെസ് ലെവൽ വളരെ ഹൈ ആവുന്നത് അതായത് കൺജസ്റ്റഡ് ആയിട്ടുള്ള ടാങ്കുകളിൽ, അതായത് ചെറിയ സ്പേസിലൊക്കെ കുറേ മീനുകൾ ഇട്ടിട്ടുള്ള അവസ്ഥ, അതുപോലെ മോശമായിട്ടുള്ള വെള്ളം, പിന്നെ ഹൈഡ് ചെയ്ത് നിൽക്കാനായിട്ട് ഹൈഡിങ് സ്പോട്ടിൻ്റെ കുറവ്, പിന്നെ നമ്മുടെ ഫിൽട്രേഷൻ പമ്പുകളിൽ നിന്നൊക്കെ ഹെവി വേവ്സ് വരുമ്പോൾ, പിന്നെ മീനുകൾ തമ്മിലുള്ള ഫൈറ്റ്, പിന്നെ ചെറിയ ബ്രീഡിംഗ് കേജുകളിലൊക്കെ ഇവരെ കുറേ നേരമൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ സാഹചര്യങ്ങളിലൊക്കെ ഇവരുടെ സ്ട്രെസ് ലെവൽ ഹൈ ആവാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഗപ്പികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ടെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ അഗ്രഷൻ, പിന്നെ പെട്ടെന്നൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി. ഈ ഒരു സാഹചര്യത്തിൽ പ്രസവിച്ച് കുഞ്ഞു പുറത്തേക്ക് വരുമ്പോൾ അവർ ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് നാലാമത്തെ കാരണമായിട്ട് പറയുന്നത്. ഇനി അഞ്ചാമത്തെ കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച ഉടനെ കുട്ടികൾ സഡൻ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കാണിക്കും. ഈ സഡൻ മൂവ്മെൻറ്റ് ഈ ഫീമെയിൽ ഗപ്പികളെ ട്രിഗർ ചെയ്യിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ട്രിഗറിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള റെസ്പോൺസാണ് അവർ കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നത്. പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ ഒരു ഫുഡായിട്ട് കണക്കാക്കിയിട്ട് അതിനെ അറ്റാക്ക് ചെയ്ത് ഭക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രസവിച്ച ഉടനെ ഈ കുഞ്ഞുണ്ടാക്കുന്ന സഡൻ മൂവ്മെൻറ്റാണ് ഈ ഫീമെയിൽ ഗപ്പിയെ ട്രിഗർ ചെയ്യിക്കുന്നതായിട്ട് പറയുന്നത്. അപ്പോൾ ഫീമെയിൽ ഗപ്പി തൻ്റെ കുഞ്ഞുങ്ങളെ കഴിക്കുന്നതിന് കാരണമായിട്ട് വരുന്നത് ഈ പറഞ്ഞ 5 കാര്യങ്ങളാണ്. അപ്പോൾ പൊതുവേ ഫിഷ് കീപ്പിങ്ങിൽ ഇതിനെ പല ആൾക്കാർ നെഗറ്റീവായിട്ടൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതിനെ നോർമലായിട്ട് മാത്രം എടുക്കേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ, അല്ലെങ്കിൽ നാച്ചുറൽ പ്രോസസ്സായിട്ട് മാത്രം കണ്ടാൽ മതി. അതായത് നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. അതായത് ഈ ഒരു ഗപ്പി ജനിക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഇൻബോൺ ആയിട്ട് ഉണ്ട്. ആ ഒരു സ്വഭാവമാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇതിലൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗപ്പി മത്സ്യങ്ങളെ വളർത്തുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ പരമാവധി സേവ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ അവരുടെ ഫിഷ് ടാങ്കിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം കുഞ്ഞുങ്ങളെ നമുക്ക് സേവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഗപ്പി മത്സ്യങ്ങളെ വളർത്തുന്നവർ പൊതുവേ ചെയ്യുന്ന പരിപാടിയാണ് ഗപ്പികൾക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ഒളിച്ചിരിക്കാനായിട്ടുള്ള ഹൈഡിങ് സ്പോട്ടുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതിനായിട്ട് കുറേ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഫിഷ് ടാങ്കുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ പ്രസവിച്ച ഉടനെ തന്നെ ഈ കുഞ്ഞുങ്ങൾ പോയിട്ട് ആ ഹൈഡിങ് സ്പോട്ടുകളിൽ പോയിട്ട് ഒളിച്ചിരിക്കും. അങ്ങനെ അവർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും ഈ ഒരു ഫീമെയിൽ ഗപ്പിയിൽ നിന്ന്. ബ്രീഡിംഗ് സമയത്ത് ഈ ഒരു ഫീമെയിൽ ഗപ്പിയെ സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലാന്റഡ് ടാങ്കിലേക്ക് മാറ്റുക.
അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫീഡ് ചെയ്യുക, വിശപ്പൊന്നും വരാത്ത രീതിയിൽ. പിന്നെ വാട്ടർ ക്വാളിറ്റിയൊക്കെ നല്ല ബെസ്റ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വെള്ളത്തിൽ ഹെവി വേവ്സ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പമ്പുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഫീമെയിൽ ഗപ്പികളുടെ കാനിബലിസ്റ്റിക് സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ചെറിയൊരു ടാങ്കാണ്. ഇതിനകത്ത് ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ അതിൻ്റെ കുഞ്ഞുങ്ങളും കിടക്കുന്നുണ്ട്. പിന്നെ പ്ലാറ്റുകൾ കിടക്കുന്നുണ്ട്, അവരും ബ്രീഡായിട്ട് കുറേ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കൂലി ലോച്ചുകൾ കിടക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട് വന്നപ്പോൾ എടുത്ത ഒരു ചെറിയ ക്ലിപ്പാണ്. പ്ലാറ്റുകളാണ് കണ്ടമാനം ബ്രീഡായിട്ടുള്ളത്. ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ അഡൾട്ട് സൈസ് ഒരു 6 എണ്ണം കിടക്കുന്നുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളെയാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത്. ഇന്നൊരു 3 കുഞ്ഞുങ്ങളെ കണ്ടു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.